ഫെബ്രുവരി 21-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ലോക്പാലിന്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ജഡ്ജിക്ക് മുകളിൽ ഈ ഒരു ലോക്പാലിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു ലോക്പാൽ ഉത്തരവിനെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു, താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. നമുക്ക് ഇതിനെ വിശദമായിട്ട് പരിശോധിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോഡിയാണ്. അതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണെന്ന് പറയാൻ പറ്റും. ഈ ഒരു ലോക്പാലിന് ഹൈക്കോടതി ജഡ്ജിമാരുടെ മേൽ അധികാരമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ ഇൻഡിപെൻഡൻസിനെ, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വിശദാംശങ്ങൾ എന്നുള്ളത്. സുപ്രീം കോടതി ഈ ലോക്പാൽ ഓർഡറിനെ, അതായത് ഹൈക്കോടതി ജഡ്ജിമാരെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ ഈ ഒരു ലോക്പാലിന്റെ ജൂറിസ്ഡിക്ഷന് പരിധിയിലേക്ക് വരുന്നതിനെ, അത്തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തതിനെ വളരെ ഡിസ്റ്റർബിംഗ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ ലോക്പാലിന്റെ കീഴിലേക്ക് വരുന്നതിനെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്നുള്ളതാണ്. കാരണം ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പെഷ്യൽ ബെഞ്ച് ജസ്റ്റിസ് BR ഗവായ്, സൂര്യകാന്ത്, AS ഒഖ എന്നാണ് സുപ്രീം കോടതിയിലെ 3 സീനിയർ ആയിട്ടുള്ള ജഡ്ജസ് ആണ്, അതായത് കൊളീജിയം മെമ്പേഴ്സ് കൂടിയാണ്. ഇവരാണ് സുവോമോട്ടോ കേസ് എടുത്തുകൊണ്ട് അവരെ ഈ ഒരു ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കപിൽ സിബലും BH മാർവല്ലപ്പയും കോടതിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്തയാണ് യൂണിയൻ ഗവൺമെന്റിന് അതായത് ലോക്പാലിന് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. ഈ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റ് മാർച്ച് 18 വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തു നിർത്തുക. അപ്പോൾ ലോക്പാലിനും രജിസ്ട്രാറിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്, സെൻറ്ററിനും ലോക്പാൽ രജിസ്ട്രാറിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഹൈക്കോടതി ജഡ്ജസ്മാരെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ കോൺഫിഡൻഷ്യലിറ്റി ആണ് എന്ന് പറയുന്നത്. കാരണം ഹൈക്കോടതി ജഡ്ജസ് ഇവിടെ ഇൻവോൾവ് ആണ്. കാരണം ലോക്പാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ്. സോ ഹൈക്കോടതി ജഡ്ജസ്മാർ വരുന്നു എന്ന് പറയുമ്പോൾ ഹൈക്കോടതി ജഡ്ജസ്മാരുടെ പേര് കൂടി ഇൻവോൾവ് ആവുന്നു. സോ ഹൈക്കോടതി ജഡ്ജസ്മാരുടെ പേര് ഇൻവോൾവ് ആവുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലൈനന്റ് ആർക്കെതിരെയാണോ കംപ്ലൈന്റ് വരുന്നത് അവരുടെ പേരുകളും കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി ലീഗൽ ക്ലാരിറ്റി കൊണ്ടുവരണമെന്നാണ് കപിൽ സിബൽ സീനിയർ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേസമയത്ത് തുഷാർ മേത്ത അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി ജഡ്ജസ് ഈ ഒരു ലോക്പാലിന്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് തുഷാർ മേത്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഫോമർ സുപ്രീം കോടതി ജഡ്ജ് ആയിട്ടുള്ള ഈ ഒരു ജസ്റ്റിസ് AM ഖൻകികാർ ആണ് ജാനുവരി 27 ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് അഡീഷണൽ ഹൈക്കോർട്ട് ജഡ്ജിനെതിരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം മുന്നേ ജോലി ചെയ്തിട്ടുള്ള സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ജഡ്ജിനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇവിടെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കുക. അത്തരത്തിലാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ലോക്പാലിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് AM ഖൻകിവർ, അദ്ദേഹം ലോക്പാലിന്റെ ഭാഗമാണ്, അദ്ദേഹമാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുക. ലോക്പാൽ ജസ്റ്റിഫൈ എന്ന് വെച്ചാൽ ഹൈക്കോടതി ജഡ്ജിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെർവന്റുകളാണ്. കാരണം ലോകായുക്ത ആക്ട് 2013 പ്രകാരം ഈ ലോക്പാലിന്റെയും ലോകായുക്ത ആക്ടിന്റെയും ലോക്പാൽ സെൻട്രൽ ലെവലിലാണ്, ലോകായുക്താസ് സ്റ്റേറ്റ് ലെവലിലാണ്. രണ്ടും അഴിമതി നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോഡിയാണ്. ഇന്ത്യൻ പൊളിറ്റിയിലെ നിങ്ങൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ലോക്പാലിനെ കുറിച്ചും ലോകായുക്തനെ കുറിച്ചും പഠിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഹൈക്കോടതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്ററി ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ്. ഇന്ത്യൻ ഹൈക്കോർട്സ് ആക്ട് 1861 അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒക്കെയാണ് ഹൈക്കോടതികൾ രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഭരണഘടന ആർട്ടിക്കിൾ 214 പ്രകാരം കൺസ്റ്റിറ്റ്യൂഷൻ ഇവയെ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, മറിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുകയല്ല. ഭരണഘടന രൂപീകരിച്ചവയല്ല ഈ ഒരു ഹൈക്കോടതികൾ എന്നാണ് പറയുന്നത്. അതേസമയത്ത് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഭരണഘടന രൂപീകരിച്ചതാണ്. ആർട്ടിക്കിൾ 124 പ്രകാരം ഭരണഘടന രൂപീകരിച്ച ഒരു ബോഡിയാണ് ഈ ഒരു സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇപ്പൊ ജാനുവരി 3 ലോക്പാൽ റൂൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് സുപ്രീം കോടതി ജഡ്ജസിന്റെ മേലെ യാതൊരു ജൂറിസ്ഡിക്ഷനും ഇല്ല, കാരണം അത് ഭരണഘടന രൂപീകരിച്ചതാണ്. എന്നാൽ ഈ ഒരു ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ അത് പാർലമെന്ററി ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലുണ്ട്. സുപ്രീം കോടതിയുടെ മേലെ ജൂറിസ്ഡിക്ഷൻ ഇല്ല, ബട്ട് ഹൈക്കോടതിക്ക് മേലെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോക്പാൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൈക്കോടതി എന്ന് പറയുന്നതായിട്ടുള്ളത് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ ലോക്പാലിന്റെ ഈ ഒരു ആർഗ്യുമെന്റ് വളരെ ടു നെയ്വ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇപ്പോൾ 2013 ആക്ടിന്റെ
സെക്ഷൻ 14 ക്ലോസ് 1 ക്ലോസ് എഫ് ആണ് ഈ ലോക്പാൽ കോട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് എനി ഒഫീഷ്യൽ ഓർ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ആക്ട് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതൊരു ബോഡിയും ഏതിന്റെ കീഴിൽ വരും? ലോക്പാലിന്റെയും ലോകായുക്തയുടെയും കീഴിൽ വരും എന്നുള്ളതാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്ററി ആക്ട് പ്രകാരമാണ് ഹൈക്കോടതികൾ രൂപീകരിച്ചത് എന്നുള്ളതുകൊണ്ട് ഹൈക്കോടതി ജഡ്ജസ് വരും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണുള്ളത്. ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണോ എന്നുള്ളത് സുപ്രീം കോടതി വിശദമായിട്ട് പരിശോധിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ സുപ്രീം കോടതി ഇവിടെ ഒരു കൺസേൺ റേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് പ്രിലിമിനറി ഇൻക്വയറിക്ക് മുന്നേ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ ജഡ്ജസ് ഹാവ് ബീൻ അപ്പോയിന്റഡ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു വ്യൂവും ജസ്റ്റിസ് AS ഓഖ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, മൈക്രോസോഫ്റ്റ് ഒരു പുതിയ ക്വാണ്ടം ചിപ്പ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. മജോറാണ 1 എന്നാണ് പേരിട്ടുള്ളത്. ഈ ഒരു മജോറാണ 1 എന്താണ്, അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തുള്ള പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് മജോറാമ 1 എന്ന് പറയുന്നത്. ഇയേഴ്സ് നോട്ട് ഡെക്കേഡ്സ് എന്നാണ് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ, അതായത് വർഷങ്ങൾ ദശാബ്ദങ്ങൾ എടുത്ത് തീർക്കുന്ന വർക്കുകൾ നമുക്കിനി വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ വളരെയധികം സിഗ്നിഫിക്കൻസ് ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ സാധാരണ കമ്പ്യൂട്ടറുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പണിയെടുത്താലും തീർക്കാൻ പറ്റാത്ത വർക്കുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മെഡിസിനിലും കെമിസ്ട്രിയിലും എയ്റോസ്പേസിലും ഒക്കെ വലിയ അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുകൂടി ഓർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ക്യൂബിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം ബിറ്റുകളെയാണ് ക്യൂബിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റ് ആണ്, പക്ഷെ ഒരുപാട് എറേഴ്സ് ഉണ്ടാവാം എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ ഈ മജോറാമ 1 എന്ന് പറയുന്നത് ലെസ് പ്രോൺ ടു എറേഴ്സ് ആണ് മറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടർ ചിപ്പുകളുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഏകദേശം 20 വർഷം 2 ഡെക്കേഡ്സ് എടുത്തിട്ടാണ് മൈക്രോസോഫ്റ്റ് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മജോറാമ ഫെർമിയോൺസ് എക്സോട്ടിക് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് 1930 തിയറൈസ് ചെയ്തതാണ് ഫെർമിയോൺസ് എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അത് ഉപയോഗിച്ചാണ് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, മഹാകുംഭമേള നടക്കുവാണ്. ഈ ഒരു മഹാകുംഭമേളയുടെ ഭാഗമായിട്ട് 40 കോടിയിലധികം ആൾക്കാർ ഓൾറെഡി സന്ദർശിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഗംഗയിൽ സ്നാനമെടുക്കുകയാണ്, അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത് ഗംഗാ നദിയെ വളരെയധികം പൊല്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. ഏകദേശം 45 കോടിയോളം വിസിറ്റേഴ്സ് ആണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു വലിയ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് രോഗങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയും അത് പടരുന്നതിന് വേണ്ടിയും വെള്ളം വാട്ടർ കണ്ടാമിനേഷനും ഒക്കെ കാരണമാകാം എന്നുകൂടി ഓർത്തിക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഫീക്കൽ കോളിഫോം എന്ന് പറയുന്നത് മകര സംക്രാന്തി ദിവസം, അതായത് ജനുവരി 14-ാം തീയതി, അതായത് സംഗംഘട്ടിലെ 11,000 യൂണിറ്റ് ആയിരുന്നു. അതായത് പെർമിസിബിൾ ലിമിറ്റ് 2,500 യൂണിറ്റ് ആണ്. അതിന്റെ 4 മടങ്ങിലധികമായിരുന്നു ഫീക്കൽ കോളിഫോം എന്ന് പറയുന്നത്. യമുനയുടെ ഓൾഡ് നൈനി ബ്രിഡ്ജ് ഘാട്ടില് ഇത് 33,000 യൂണിറ്റ് വരെ വരുന്നുണ്ട്. അതായത് ഹയർ കണ്ടാമിനേഷൻ ലെവലാണ്, അസുഖങ്ങൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ മറ്റ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD ലെവൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ, ഇതെല്ലാം തന്നെ വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു CPCB നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വാട്ടർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്നതിന് വേണ്ടിയിട്ടോ ഡ്രിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സ്യൂട്ടബിൾ അല്ല എന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ഓർഗാനിക് പൊല്യൂഷൻ ലെവല് ഫ്രഷ് വാട്ടർ ഇൻഡ്യൂസ് ചെയ്ത് വഴി, ഫ്രഷ് വാട്ടർ വന്നത് വഴി കുറച്ച് കുറക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പൊല്യൂഷൻ ലെവൽ വളരെ കൂടുതലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പറയുന്നതായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട്, ബാത്ത് ചെയ്യുന്നുണ്ട്. ഇത് ഫീക്കൽ കണ്ടാമിനേഷൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകും എന്നാണ് പറയുന്നത്. ഇത് ലോങ് ടേം ആയിട്ടുള്ള ഒരു വാട്ടർ പൊല്യൂഷൻ ട്രെൻഡ് ആണ് കാണിക്കുന്നതായിട്ടുള്ളത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ വെള്ളത്തിന്റെ ലെവൽ നോട്ട് ഫിറ്റ് ഫോർ കൺസംഷൻ, കുടിക്കാനോ കുളിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ വാട്ടറിന്റെ ഫ്ലോ അനുസരിച്ച് മാത്രമേ അവിടെ ബാത്തിങ് സ്യൂട്ടബിലിറ്റി, കുളിക്കാൻ പോലും പറ്റും എന്ന് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടുത്തെ ഗവൺമെന്റുകളും മറ്റുമൊക്കെ വന്നിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കുക. UP CM ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് ഇത് ബേസ്ലെസ് ആണ്, മിസ്ലീഡിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് CPCBയുടെ റിപ്പോർട്ടിനെ പറഞ്ഞിട്ടുള്ളത്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ അവര് സസ്റ്റെയിൻ ആയിട്ടുള്ള എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മഹാകുംഭമേള എന്ന് പറയുന്നത് വലിയൊരു ഈവന്റ് ആണ്, കോടിക്കണക്കിന് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗംഗാ പൊല്യൂഷനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ് ഇത് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയത്ത് സയൻസിനെ കീപ്പ് ചെയ്യാതെ, മനസ്സിൽ വെക്കാതെ പോയില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ കോറാപൂത്ത് എന്ന് പറയുന്ന ഒരു ട്രൈബൽ
ഏരിയ, അവിടെ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ആയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വഴി അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കൊറാപ്പുത്ത് എന്ന പ്രദേശം എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ റിച്ച് ആയിട്ടുള്ള പ്രദേശമാണ്. പ്രധാനമായിട്ടും ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്, ഒഡീഷയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് സ്കീമുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, അതായത് കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ ലെവല് ആൾക്കാരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ 2019-21 NFHS നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഡാറ്റ പ്രകാരം ഇവിടെ 43% ചിൽഡ്രൻസ് സ്റ്റണ്ടഡ് ആണ്, വളർച്ച മുരടിച്ച ആൾക്കാരാണ് എന്നുള്ളതാണ്. അതായത് പ്രായത്തിനനുസരിച്ചുള്ള ഹൈറ്റ് ഇല്ല. 33% കുട്ടികൾ അണ്ടർ വെയിറ്റ് ആണ്. 1/3 ആൾക്കാർക്ക് പ്രായത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഉയരത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല എന്നുള്ളതാണ്. 17% കുട്ടികൾക്ക് മാത്രമാണ് അഡീക്വേറ്റ് ആയിട്ടുള്ള ഡയറ്റ്, കൃത്യമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നതായിട്ടുള്ളത്. 50%-ലധികം സ്ത്രീകൾ അനീമിക് ആണ്, ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ലിറ്ററസി മോഡൽ 2013 മുതൽ 22 വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുക, അവരുടെ ഹൗസ് ഹോൾഡ് ഫുഡ് ബാസ്ക്കറ്റിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സിനെ ഉൾപ്പെടുത്തുക, ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ലിറ്ററസി മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുവഴി അവരുടെ ഫുഡ് ഡൈവേഴ്സിറ്റി, അവർ കഴിക്കുന്ന ഭക്ഷണ ഐറ്റംസിനെ വർദ്ധിപ്പിച്ചു. ബെറ്റർ ആയിട്ടുള്ള സാനിറ്റേഷനും ഹൈജീനും വൃത്തിയും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇൻഫാന്റ് യങ് ചിൽഡ്രനും കുട്ടികൾക്കൊക്കെ ഫീഡിങ് പ്രാക്ടീസസുകൾ പ്രൊമോട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും നടത്തി. അവിടുത്തെ വില്ലേജേഴ്സിനെ അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി ഹൈറ്റും വെയിറ്റും ഒക്കെ മനസ്സിലാക്കി കൊടുത്തു. കൂടാതെ ഓരോ ആൾക്കാരുടെയും അവിടുന്ന് സ്ത്രീകളുടെയും പുരുഷന്മാരെയും ഒക്കെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് റെസിഡൻഷ്യൽ ട്രെയിനിങ് നൽകി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ഡയറ്ററി ഡൈവേഴ്സിറ്റി, അതുപോലെ ഹൈജീൻ, സാനിറ്റേഷൻ, ക്രോപ്പ് ഡൈവേഴ്സിറ്റി, ബാക്ക്യാർഡ് പോൾട്രി, പിസിക്കൾച്ചർ തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ ട്രെയിനിങ് നൽകി. അത്തരത്തിൽ ആ ട്രെയിനിങ് ലഭിച്ച ആൾക്കാരെ പിന്നീട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങി. കൂടാതെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്, സോഷ്യൽ എൻഗേജ്മെന്റ് നടത്തി, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, റോൾ പ്ലേസ്, സോങ്സ് അവരുടെ ലേണിങ്ങിനെ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുവഴി അവിടെ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ന്യൂട്രീഷൻ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളെ അഡ്രസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വിഷയത്തെ, അതായത് ഒരേ ഫുഡ് തന്നെ കഴിച്ചാൽ പോരാ, ഒരുപാട് വ്യത്യസ്ത ഫുഡുകൾ കഴിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഫുഡ് ഗ്രൂപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി. ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏകദേശം 200-ലധികം പുരുഷന്മാരും സ്ത്രീകളും ട്രെയിൻ ചെയ്ത് 70-ലധികം വില്ലേജുകളിലായിട്ട് ഇത് 1000-ലധികം ആൾക്കാരിലേക്ക് ഈ ഒരു ട്രെയിനിങ് എത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അഗ്രികൾച്ചറിലും അനിമൽ ഹസ്ബൻഡറിയിലും ഫിസിക്കൾച്ചറിലും ഒക്കെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടത്തി ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സ്, ഒരു ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റില്ല, വിവിധ ഭക്ഷ്യ ഐറ്റംസ് അവരുടെ ഫുഡ് മെനുവിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. കൂടാതെ നോളജ് ഷെയർ ചെയ്യാൻ പറ്റി. അഗ്രികൾച്ചറിലും ടീ ഷോപ്പുകളിലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ മീറ്റിങ്ങുകളിലും മാർക്കറ്റുകളിലും ഫെസ്റ്റിവൽസിലും ഒക്കെ ഈ നോളജ് ഷെയറിംഗ് സെഷൻസ് നടന്നു. ഇത് അവരുടെ ഫുഡ് മെനുവിലേക്ക് ക്രോപ്പ് ഡൈവേഴ്സിറ്റി, അതുവഴി ഡയറ്ററി ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ പറ്റി. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പൾസസും ഒക്കെ ഇവർ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഗാർഡൻസ്, ഹോം ഗാർഡൻസ് തുടങ്ങി 4ഓളം ക്രോപ്പുകൾ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ 90% വീടുകളിലും പച്ചക്കറി കൃഷി തുടങ്ങി. 5 മാസം കൊണ്ട് 50% ത്തിലധികം 7-9 മാസം കൊണ്ട് 50% ആൾക്കാരും സസ്റ്റൈനബിൾ ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാഡി ഫീൽഡ്, ഒഴിഞ്ഞ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പൾസ് കൾട്ടിവേഷൻ തുടങ്ങി. അതും ഇവരുടെ ഫുഡ് മെനുവിലേക്ക് കടന്നു എന്നുള്ളതാണ്. മറ്റൊന്നാണ് സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. കമ്മ്യൂണിറ്റി ലെഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഗ്രെയിൻ ബാങ്കുകൾ ഉണ്ടാക്കി, ഗ്രാമസഭാ മീറ്റിങ്ങുകൾ നടത്തി, അങ്കണവാടികളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ അവർക്ക് ഇൻഫർമേഷൻ ഷെയറിംഗ് നടത്തി. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഡിസിഷൻസ് ഭാര്യമാരും പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ചേർന്ന് തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. ന്യൂട്രീഷൻ അവയർനെസ് കൊണ്ടുവന്നു. അത് അൾട്ടിമേറ്റ്ലി ബിഹേവിയർ ചേഞ്ചിലേക്ക് മാറി. കൂടുതൽ പൾസസ്, ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൗൾട്രി, ഫിഷ്, വൈൽഡ് ഫുഡ് തുടങ്ങിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവർ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ വേണ്ടി ഹോസ്പിറ്റലൈസേഷൻ, അനീമിയ പോലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിൽ മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ ഒക്കെ ഉള്ള മറ്റ് പ്രദേശങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. അതായത് കമ്മ്യൂണിറ്റി ലെഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്, അത് സസ്റ്റൈനബിൾ ആണ് എന്നാണ് ഇത് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അവയർനെസ് നൽകുക എന്നുള്ളതാണ്, ന്യൂട്രീഷണൽ ലിറ്ററസി നൽകുക, ഇൻഡിവിജ്വൽസിനെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകി അവരെ എംപവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഡയറ്ററി ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ യൂസ് ചെയ്യുക, കൃഷി
കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, കൂടുതൽ വിമൻസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക, ഹൗസ് ഹോൾഡിലും മറ്റുമൊക്കെ. ഇതൊക്കെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമുകളെയും മറ്റുമൊക്കെ കൊലാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഒഡീഷയിലെ കൊറാബുത്ത് എന്ന് പറയുന്ന ആ ഒരു ട്രൈബൽ മേഖലയുടെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മറ്റു പ്രദേശങ്ങൾ, മറ്റു റൂറൽ ട്രൈബൽ മേഖലയിൽ മൽന്യൂട്രീഷൻ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഏരിയയിലേക്ക് മോഡലാക്കാൻ പറ്റുന്നതാണ് എന്നുകൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നമ്മൾ രൺവീർ അലഹബാദിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കമന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെയിം ടോപ്പിക് തന്നെ നമ്മൾ ഒന്നുകൂടി എടുത്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ആണ്. ആക്ച്വലി ഇന്ത്യയിലെ ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രവേഴ്സി ആണ് എന്ന് പറയാൻ പറ്റും, പ്രത്യേകിച്ചും ഡിജിറ്റൽ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റൈറ്റ് ടു ടേക്ക് ഒഫൻസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഗൗതം പാട്ടൽ അതുപോലെ തന്നെ ദുഷ്യന്ത് ഗീവ് അവർ ആർഗ്യൂ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 പ്രകാരം റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രീ സ്പീച്ചിനെ എതിരെ അല്ലെങ്കിൽ നടപടികൾ എടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അല്ലാതെ സ്പീച്ചിന്റെ മേലെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി തുടങ്ങിയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ മേലെ മാത്രമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുക. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റേഷൻസിന് പുറത്തായിട്ട് നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഒന്ന് പാറ്റേണലിസം, രണ്ടാമത്തെ ഫ്രീ സ്പീച്ച്. അതായത് ഫ്രീ സ്പീച്ച് ആണോ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെങ്കിൽ പാറ്റേണലിസം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ അതൊരു അപകട സാധ്യത ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അത് വയലൻസിന് കാരണമാവുകയാണ്. അല്ലാതെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള മോറൽ കൺസെന്റ്, അയാൾ പറഞ്ഞത് ശരിയല്ല, അയാളുടെ കാഴ്ചപ്പാട് ശരിയല്ല, അയാൾ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയാണോ തുടങ്ങിയിട്ടുള്ള മോറൽ ആയിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഫ്രീ സ്പീച്ചിനെ കർട്ടൈൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അതുപോലെ പബ്ലിക് മൊറാലിറ്റി ഇവ തമ്മിലുള്ള ഒരു ഡിബേറ്റ് വരുന്നത്. പബ്ലിക് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം തോന്നുന്നത് ഇതാണ് ശരി, അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരു വിഭാഗത്തിന് തോന്നുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണ്, ഭരണഘടനാനുസൃതമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യം ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താ? ഇക്വാലിറ്റി, ജസ്റ്റിസ് അതുപോലെ തന്നെ മറ്റുമൊക്കെയാണ്. അല്ലാതെ പബ്ലിക് മൊറാലിറ്റിക്ക് അല്ല വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. കാരണം പബ്ലിക് മൊറാലിറ്റി എന്ന് പറയുന്നത് ഓരോ പബ്ലിക്കിനനുസരിച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ സംസാരത്തെ അത് പബ്ലിക്കിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട്, പബ്ലിക് ഔട്ട്റേജ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഓതേഴ്സ് പറയുന്നതായിട്ടുള്ളത്. ഇൻ കേസ് അത് ഒബ്സീൻ ആണോ എന്നുള്ളത്, ഈ ഒബ്സീൻ ആണോ എന്നുള്ളത് മോശമായിട്ടുള്ള രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, ഈ ഒരു ഒബ്സീനിറ്റിയുടെ ഡെഫിനിഷനെ തന്നെ നോക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റികൾക്ക് അനുസരിച്ച് മാറി ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒബ്സീനിറ്റി എന്ന് പറഞ്ഞാൽ ഓവർ ദ പീരീഡ് ചേഞ്ച് ചെയ്യുന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഇന്ന് മോശം എന്ന് പറയുന്നത് നാളെ ചിലപ്പം നല്ലതായിരിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒബ്സീൻ ആണോ അല്ലയോ എന്ന് ജഡ്ജ് ചെയ്യുക വളരെ സബ്ജക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. മറ്റൊന്നാണ് ഇവിടെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരെയൊക്കെ ടാർഗറ്റ് ചെയ്യാണ്. അതേസമയത്ത് പൊളിറ്റീഷ്യൻസ് ഇതിലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഹേറ്റ് സ്പീച്ച് നടത്തുന്നുണ്ട്, അതിനെ ആരും ചാലഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എക്സ്പേർട്സ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്പീച്ച് ലോസും ഫ്രീ സ്പീച്ചിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ മേലെയൊക്കെ റെസ്ട്രിക്ഷൻ വരുന്നത് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിന്റെ മേലെ അല്ലെങ്കിൽ കൊമേഡിയൻസ് ഒക്കെ സംസാരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ പൊളിറ്റീഷ്യൻസ് ഹേറ്റ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഡിജിറ്റൽ കണ്ടന്റിനെ സെൻസർഷിപ്പിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഐഡിയയിലേക്കാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ലൊക്കെ ഈ ഒരു സെൻസർഷിപ്പ് നമ്മളുടെ യൂട്യൂബിലും മറ്റുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡെമോക്രസിയെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ആൾക്കാരുടെ സംസാരിക്കാൻ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ആൾക്കാരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ജനാധിപത്യത്തെ അണ്ടർസ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ജനാധിപത്യത്തിന് ഒരു വലിയ ത്രെട്ടായി മാറും എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലേക്കാണ് പോകുന്നത്. അതായത് ഫ്രീ സ്പീച്ചിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകണം, ഹേറ്റ് സ്പീച്ച് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മോറൽ ആയിട്ടുള്ള ഒരു സെൻസർഷിപ്പ് ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ചൈനയുടെ എക്കണോമിക് ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്
നമ്മൾ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഒന്ന് സപ്ലൈ സൈഡ് ഉണ്ട്. സപ്ലൈ സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് വഴി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. മറ്റൊന്നാണ് ഡിമാൻഡ് സൈഡ്. ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുകൊണ്ടും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് വാല്യൂ ആഡ് ചെയ്യുന്നതിന്റെ ഒരു സമ്മാണ് അല്ലെ. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ പർട്ടിക്കുലർ പീരീഡ് ആണ്, ഒരു ഇയർ ആണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് എസെൻഷ്യൽ ആണ് അല്ലെ. അതായത് ഇൻ കേസ് നമ്മുടെ രാജ്യത്ത് സപ്ലൈ കൂടുതലില്ല, അതേസമയത്ത് ഡിമാൻഡ് വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷന് കാരണമാവും, വിലക്കയറ്റത്തിന് കാരണമാവും. കാരണം മാർക്കറ്റിൽ സാധനം കുറവാണ്, ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് വിലക്കയറ്റത്തിന് കാരണമാവും. അതേസമയത്ത് എക്കണോമിയിൽ ഡിമാൻഡ് തീരെയില്ല, ആൾക്കാരുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ആൾക്കാരൊന്നും വാങ്ങുന്നില്ല, ഡിമാൻഡ് തീരെയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിറ്റ് പോവാതെ അൺസോൾഡ് ഇൻവെന്ററീസ് ആയി കിടക്കും, പ്രൊഡക്ഷൻ കുറയും, ആൾക്കാർക്ക് തൊഴിലുകൾ നഷ്ടപ്പെടും, അൾട്ടിമേറ്റ്ലി എക്കണോമിക് സ്ലോ ഡൗണിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇൻഫ്ലേഷന് കാരണമാവും, ഒരു സൈഡിൽ എക്കണോമിക് സ്ലോ ഡൗണിന് കാരണമാവും. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്ന് പ്രൈവറ്റ് കൺസംഷൻ ആണ്. നമ്മളെ പോലുള്ള വ്യക്തികൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നതിനാണ്, ഫുഡ്, ക്ലോത്തിങ്, ഇലക്ട്രോണിക്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നതിനാണ് പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അതേസമയത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫേംസും വ്യക്തികളും ഒക്കെ തന്നെ മെഷീനറീസും ഫാക്ടറീസും റെസിഡൻസുകളും ഒക്കെ വെക്കുന്നതിനാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അതായത് പ്രൈവറ്റ് വ്യക്തികൾ സ്ഥാപനങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റും എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് നമ്മുടെ കൺസംഷൻ മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്, സാലറീസ് കൊടുക്കുന്നുണ്ട്, മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. മറ്റൊന്നാണ് രാജ്യത്തിന്റെ പുറത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിയിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ്. ഇൻവെസ്റ്റ്മെന്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ട് എന്ന് ഓർത്തുവെക്കണം. അതായത് ഒരു എക്കണോമിയിലേക്ക് നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 100 രൂപയുടെ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക, അത് GDP-യിൽ 100-ലധികം, ഉദാഹരണത്തിന് 100-ന് 125 രൂപയുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഹൈവേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കേഴ്സിന്റെ സാലറി മാത്രമല്ല പോകുന്നതായിട്ടുള്ളത്, അത് പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലുകളുടെ സപ്ലൈ വർദ്ധിക്കുന്നതിന് കാരണവും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിറ്റീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആണ് ശരിക്കും ഒരു കൺട്രിയെ ഡെവലപ്ഡ് കൺട്രി ആയിട്ടൊക്കെ മാറാൻ സഹായിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺസംഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇൻകം ആൾക്കാരുടെ കയ്യിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കൺസംഷൻ കൂടുതലായിട്ടും, പക്ഷെ കൺസംഷൻ കൂടുന്നു എന്നുള്ളത് കൊണ്ട് അത് ഡസ് നോട്ട് ഇൻകത്തെ ബൂസ്റ്റ് ചെയ്യണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് കെയ്നീഷ്യൻ എക്കണോമി എന്ന് വിളിക്കുന്നത്. കൺസംഷൻ എന്ന് പറയുന്നത് ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാസീവ് കോമ്പോണന്റ് മാത്രമാണ് എന്നുള്ളതാണ് കെയ്നീഷ്യൻ എക്കണോമിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും ഗ്രോത്ത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1990-ൽ ഇന്ത്യക്കും ചൈനക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഈക്വൽ പെർ ക്യാപിറ്റ ഇൻകം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ 2023 നോക്കുമ്പോൾ, അതായത് ഏകദേശം 33 വർഷത്തിന് ശേഷം നോക്കുന്ന സമയത്ത് ചൈനയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയേക്കാൾ 5 മടങ്ങ് കൂടുതലാണ് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. ഈവൻ നമ്മൾ പർച്ചേസിംഗ് പവറുമായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ 2.4 മടങ്ങ് കൂടുതലാണെന്ന് ഓർത്തുവെക്കാം. അതായത് 1970-കളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ആണ് ചൈനയിൽ ഉണ്ടായിരുന്നത്. 1992-ൽ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് GDP-യുടെ 39.1%. GDP-യുടെ 39%-ഓളമായിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് 2023-ൽ ഇന്ന് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് അത്ര പോലും എത്തിയിട്ടില്ല, 27% അത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല നടക്കുന്നത്, ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കൺസംഷൻ ലെഡ് ഗ്രോത്ത് ആണെന്ന് പറയുന്നത്. അപ്പോൾ കൺസംഷൻ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ 60% കൺസംഷൻ വരുന്നതായിട്ടുള്ളത് GDP-യുടെ, ചൈനയിലാണെങ്കിൽ 39.1%. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നില്ല, കൺസംഷൻ ആണ് ഉണ്ടാവുന്നതായിട്ടുള്ളത്. അതായത് ഇതിന്റെ അൾട്ടിമേറ്റ് ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ കൺസംഷൻ ലെഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അത് കൺസംഷൻ വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വഴി ഉണ്ടാവാം. പക്ഷേ കൺസംഷൻ വഴി ഉണ്ടാവുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഡ്രിവൺ ഗ്രോത്ത് എന്ന് വെച്ചാൽ വളരെ സ്പീഡി ആണ് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇനീക്വാലിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടും. ഇന്ത്യൻസിനെ
ജോബിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, ഇൻകത്തിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, കൺസംഷനിലും കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാഗ്നേറ്റഡ് ആവുന്നത്? കാരണം ഇന്ത്യക്ക് വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വരേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, പ്രൈവറ്റ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ആയിക്കോട്ടെ, വളരെ സ്ലോ ആണ് എന്നുള്ളതാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. ഹൗസ് ഹോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കുറച്ചെങ്കിലും, വീടുകളിൽ നിന്ന് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചെങ്കിലും ഉള്ളത് എന്നുള്ളതാണ്. പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റുകൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ല, കാരണം ഗവൺമെന്റിന്റെ മേലെ ഒരു വിശ്വാസമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ മേലെ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഗവൺമെന്റ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം. അത് കാണുമ്പോൾ പ്രൈവറ്റ് സെക്ടറും അത്തരത്തിലുള്ള എക്കണോമിക് ബെനിഫിറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട എക്കണോമിക് ബെനിഫിറ്റ്, ഉദാഹരണത്തിന് ഗവൺമെന്റ് കുറെ പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പോകണം, അപ്പോൾ അത് കണ്ടിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പോളിസികൾ വേണം, ഗവൺമെന്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ യൂണിയൻ ബഡ്ജറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നതായിട്ടുള്ളത്, മറിച്ച് ടാക്സ് കൺസെഷൻസ് ഒക്കെ നടത്തി നമ്മുടെ രാജ്യത്തെ കൺസംഷൻ വർദ്ധിപ്പിക്കുന്നത്, ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പൈസ കൊണ്ടുവന്ന് കൺസംഷൻ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഇത് നമ്മുടെ ഗ്രോത്ത് ട്രജക്ടറിയെ സ്പീഡപ്പ് ചെയ്യാനല്ല, സ്ലോ ചെയ്യുകയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ട്രജക്ടറിനെ സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പോളിസികൾ കൊണ്ടുവന്ന് രാജ്യത്ത് എത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തൊരു വാർത്ത, OTT പ്ലാറ്റ്ഫോംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗവൺമെന്റിന് അഡ്വൈസറീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒബ്സീൻ ആയിട്ടുള്ള കണ്ടന്റ് തുടങ്ങി ഗവൺമെന്റിനായിട്ടുള്ള നിയന്ത്രണങ്ങൾ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഒബ്സീൻ ആയിട്ടുള്ള കണ്ടന്റ്സിനെതിരെ ആയിട്ടാണ് മിനിസ്ട്രി ജനറൽ പബ്ലിക്കിന്റെ കംപ്ലൈന്റുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് മിനിസ്ട്രി ഇത്തരത്തിലുള്ള റൂളുകൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ആണ് OTT സർവീസുകളോട് സ്ട്രിക്റ്റർ ആയിട്ട് കണ്ടന്റ് മോഡറേഷൻ IT റൂൾസ് പ്രകാരം ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഏജ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യണം, കണ്ടന്റുകളെ ഏജ് ബേസ്ഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതുപോലെ കണ്ടന്റ് റേറ്റിംഗുകൾ നൽകേണ്ടതായിട്ടുണ്ട്. ഒബ്സീൻ ആയിട്ടുള്ള സീൻ, വൾഗർ ആയിട്ടുള്ള പോണോഗ്രാഫിക് ആയിട്ടുള്ള കണ്ടന്റുകളെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനും ഇവിടെ മിനിസ്ട്രി പറയുന്നുണ്ട്. അതുപോലെ IT ആക്ടുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിത, പോക്സോ ആക്ട്, ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ആക്ട് തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ അനുസൃതമായിട്ട് വേണം കണ്ടന്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ OTT റെഗുലേഷനിൽ ഒബ്സീൻ സീൻ കണ്ടന്റുകളെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒബ്സീൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുകൂടി ഓർക്കുക തന്നെ. അതായത് 2004 ഈ ഒരു ബോളിവുഡ് ഫിലിം അത് ഡ്രഗ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ യൂസർ ജനറേറ്റഡ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള യൂട്യൂബും അതുപോലെ തന്നെ മറ്റുമൊക്കെ ഈ ഒരു ലീഗൽ സ്ക്രൂട്ടിനിയിലേക്ക് കടന്നു വന്നു. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രൺവീർ അലഹബാദിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ എന്നുകൂടി ഓർത്തു വെക്കണം തന്നെ. ഈ ഒരു OTT സെൻസർഷിപ്പ് എന്ന് പറയുന്നത് IT റൂൾസ് 2021 പ്രകാരം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളെ റെഗുലേറ്റ് ചെയ്യുന്നതിന് കൊണ്ടുവന്നാണ്. കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒബ്സീൻ കണ്ടന്റ് എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഒബ്സീനിറ്റി എന്ന ഒറ്റ വാക്കുകൊണ്ട് അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള സെൻസർഷിപ്പ് ഒരിക്കലും നല്ലതല്ല. വ്യൂവേഴ്സിന്റെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാം, പക്ഷെ ഒരിക്കലും എക്സസീവ് ആയിട്ടുള്ള സെൻസർഷിപ്പ് നല്ലതല്ല. അതുപോലെ കൃത്യമായിട്ടുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസ് കൊണ്ടുവരിക, ഫ്രീ സ്പീച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഗവൺമെന്റുകൾ പ്രവർത്തിക്കാൻ എന്നുകൂടി പറയുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തത്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. IIT ഡൽഹി എന്നുള്ള റിസർച്ചേഴ്സ് ആണ് ഈ ഒരു നമ്മുടെ ബ്ലഡ് സാമ്പിൾസ് അല്ലെങ്കിൽ യൂറിൻ സാമ്പിൾസിന്റെ ഒക്കെ ഡാറ്റയിൽ നിന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. AMR സെൻസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് IIT ഡൽഹി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവർ ക്രൈപാത്ത്, അതുപോലെ ടാറ്റ 1mg, ICMR ഒക്കെ ചേർന്നുകൊണ്ട് ഇത് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നോർമലായിട്ട് ഒരാൾ ആശുപത്രി സന്ദർശിക്കുമ്പോൾ അയാളുടെ ഹോസ്പിറ്റൽ ഡാറ്റയിൽ നിന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ ഏർലി സിംറ്റംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെ ഗ്ലോബൽ ലെവലിൽ, നാഷണൽ ലെവലിൽ, ഹോസ്പിറ്റൽ ലെവൽസിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ നിലവിൽ AMR റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജീനോമിക്സ് ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളിലൂടെയാണ് മനസ്സിലാക്കുന്നതായിട്ടുള്ളത്. അതിന് പകരം ഹോസ്പിറ്റലിൽ നിന്നുള്ള റൂട്ടീൻ ഡാറ്റ, അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഡാറ്റയും മറ്റൊക്കെ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് മാത്രമല്ല, ഓവറോൾ ട്രെൻഡും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ബെറ്റർ ആയിട്ടുള്ള സർവേലൻസും ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ
എൻഹാൻസ് ചെയ്യും എന്നുകൂടി ഓർത്ത് വെക്കുന്നത്. ഹോസ്പിറ്റൽ ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, യൂറിൻ, സ്പൂട്ടം, പസ് കൾച്ചേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതിൽ നിന്നൊക്കെ AI ബേസ്ഡ് ആയിട്ടുള്ള പ്രിഡിക്റ്റീവ് മോഡൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബെറ്റർ ട്രീറ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുക. അതുവഴി നമുക്ക് ഹോസ്പിറ്റൽ ലെവലിൽ, റീജിയണൽ ലെവലിൽ, അതിന് ഗ്ലോബൽ ലെവലിലുള്ള AMR ഡാറ്റ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ചൈനയുമായിട്ടുള്ള ട്രേഡ് ഡീൽ പോസിബിൾ ആണ് എന്നാണ് ട്രംപ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ 2020 US ഈ ഒരു ചൈനയുമായിട്ടൊരു ട്രേഡ് ഡീലിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി പിന്നെ അതെല്ലാം പോയി വീണ്ടും ചൈനയുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്ക റഷ്യയുമായിട്ട് അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു, ചൈനയുമായിട്ടും എടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി അദ്ദേഹം 2025 ജാനുവരിയിൽ ചൈനയുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോറിൻ മിനിസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ്. ബൈലാറ്ററൽ ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, കൈലാർ മാനസരോവർ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ LACയിൽ നടന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകളെയും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.